UK പോകാൻ എനിക്ക് ഒരാഗ്രഹവും ഇല്ലാതിരുന്ന ആളാണ്. UK പോകാനുള്ള എല്ലാ കാര്യങ്ങളും മാതാവ് എനിക്ക് ശരിയാക്കി തന്നെ. IELTSൻ്റെ ഫുൾ ഫോം പോലും ശരിക്കും എനിക്ക് അറിയാണ്ടാണ് ഞാൻ പോയി IELTS എഴുതിയത്. അപ്പം ഞാൻ കാശ് രൂപത്തിൽ നോക്കിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇനി എനിക്ക് വരാനും എഴുതാനും ഒന്നും പൈസയില്ല, അപ്പോൾ ഈ പ്രാവശ്യം ജയിക്കുവാണേലും തോക്കുവാണേലും ഇതേ ഉള്ളൂ കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ ആ കാശ് രൂപം എൻ്റെ തൂവാലയിൽ പൊതിഞ്ഞു പിടിച്ചാൽ ഞാൻ പോയി IELTS എഴുതിയത്. ഒറ്റ പ്രാവശ്യം ഞാൻ എഴുതിയുള്ളൂ, ഞാൻ പാസ്സായി, എനിക്ക് പോകാൻ പറ്റി, നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. അതിനുശേഷം ഇവൻ്റെ അസുഖം മാറിക്കഴിഞ്ഞിട്ട് ഞാൻ ബാൻഡ് 5 ആണ്, അപ്പോൾ ബാൻഡ് 6ൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇംഗ്ലീഷ് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ എനിക്കറിയില്ല, പക്ഷെ എനിക്ക് മനസ്സിലാവും, സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ കൊടുക്കട്ടെ, എന്താ നിൻ്റെ തീരുമാനം? അപ്പോൾ എന്നോട് ഞാനിങ്ങനെ പറഞ്ഞു, എന്തെങ്കിലും എനിക്കിതിന് കിട്ടും എന്നാണെങ്കിൽ എൻ്റെ സ്വപ്നത്തിൽ ഇന്ന് വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ മാതാവ് കറക്റ്റ് എൻ്റെ സ്വപ്നം കാണിക്കുക. എന്നിട്ട് ഞാൻ ചാടി എണീറ്റു, ദൈവമേ 5:30 ആയോ? അപ്പോൾ ഞാൻ പോയിരുന്നു പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, നിനക്ക് എന്നാ ചിഞ്ചു പറ്റിയേ? 3 മണി ആയുള്ളൂ, നീ എന്നെ എഴുന്നേറ്റിരുന്ന് നീ കാണിക്കണേ, എനിക്ക് പേടിയാവോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ലടാ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞായിരുന്നു മാതാവിനോട്, അതുകൊണ്ട് ചിലപ്പോൾ മാതാവ് ഇങ്ങനെ 3 മണിക്ക് എന്നെ വിളിച്ചെഴുന്നേപ്പിച്ച് പ്രാർത്ഥിപ്പിച്ചതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോയി, എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ സെലക്ഷൻ കിട്ടി. ബാൻഡ് 6 ആയിട്ട് ഞാനിപ്പോൾ ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ ബാൻഡ് 6 ആയിട്ടാണ് ജോയിൻ ചെയ്യാൻ പോണേ.